ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ഫാമിലി എന്ന് വന്ന ആളെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുന്നു. കൺഫഷൻ റൂമിലേക്ക് വിളിക്കാൻ ഇടയായത് സാഹചര്യവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ശ്രീധുവിന്റെ അമ്മ വന്ന് വളരെയധികം വലിയ ഹിന്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീധുവിന്. സൊള്ളല് വേണ്ട, അതേപോലെ രാത്രി സല്ലാപങ്ങൾ ഒഴിവാക്കണം, ലൈറ്റ് ഇട്ടാൽ പോയി കിടന്ന് ഉറങ്ങണം, ഒറ്റയ്ക്ക് കളിക്കണം, ഇങ്ങനെയുള്ള എല്ലാ തരം ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് ആദ്യമായിട്ടൊരു സംഭവമാണ്. കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അതായത് ബിഗ് ബോസിന് അവിടെ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് കാര്യം. അതായത് ബിഗ് ബോസ് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കോംബോയാണ് അർജുന്റെയും ശ്രീധുവിന്റെയും. അത് തകർക്കാൻ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഒരു അമ്മയുടെ വ്യാകുലതകളാണ് അവിടെ അവർ പറയുന്നത് എങ്കിലും അവിടെ സംഭവിക്കുന്നത് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന ഇമേജുകൾ മാത്രമേ ബിഗ് ബോസ് പ്രദർശിപ്പിക്കാറുള്ളൂ. അതായത് ബിഗ് ബോസ് വിചാരിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ പോകാവൂ എന്ന് കൃത്യമായി ഉറപ്പാണ്. അങ്ങനെ കാര്യങ്ങൾ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ബിഗ് ബോസ് ആഗ്രഹിക്കാത്ത ഒരു തകർച്ച അവിടെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് അർജുൻ ശ്രീധു കോംബോ നിലനിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുന്നത്. അതിനെതിരെ വന്ന് പ്രവർത്തിച്ച ശ്രീധുവിന്റെ അമ്മയെ അവിടെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് വാണിംഗ് കൊടുക്കുകയാണ്. ഇങ്ങനെ വാണിംഗ് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അവർക്ക്. അല്ലെങ്കിൽ ആദ്യം ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അങ്ങനെ വാണിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെ വാണിംഗ് കൊടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഗെയിമിനെ ബാധിച്ചേക്കാം. അവരുടെ രണ്ടുപേരുടെയും കോംബോ ഇല്ലാതായാൽ വീണ്ടും ഫാൻസ് കുറഞ്ഞേക്കാം, വീണ്ടും ഫോളോവേഴ്സ് കുറഞ്ഞേക്കാം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയാണ് ബിഗ് ബോസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ബിഗ് ബോസിന്റെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ അവരുടെ കോംബോ അത്യാവശ്യമാണ്. ബിഗ് ബോസിന് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് വിളിച്ചതെന്ന് നമുക്ക് ഉറപ്പാണ്. കൃത്യമായി പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വലിയൊരു വാണിംഗ് ആയിട്ട് കാണും. അതല്ലെങ്കിൽ ഗെയിമിനെ നന്നായിട്ട് ബാധിക്കുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി കഴിഞ്ഞു. ആ മനസ്സിലാക്കലിനെ തുടർന്നാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു സംഭവമായത് കൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്.